കൊന്നിച്ചിവ നിങ്ങൾക്കറിയാലോ ജപ്പാനിൽ ഇഷ്ടം പോലെ കിറ്റ്കാറ്റിന്റെ ഫ്ലേവർ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റിന്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ കുറച്ച് വയസ്സായ ആൾക്കാർ നിങ്ങൾ കാണാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, അവസാനം നമുക്ക് ആവശ്യം വരും. അപ്പോൾ കിറ്റ്കാറ്റിന്റെ സെക്ഷൻ എത്തിയപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറേ വെറൈറ്റി ഇവിടെ കണ്ടിട്ടുണ്ട്, എനിക്ക് പറ്റണതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണണത്, പുതിയതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അഡൽട്ട് സ്വീറ്റ്നസ്സും കൂടി എഴുതി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ട്രൈ ചെയ്യണം. ഇപ്പോൾ 10 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഒരെണ്ണം വരുന്നത്. ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 10 എണ്ണം ഉണ്ടാവും. നമ്മളിപ്പോൾ സ്ട്രോബെറിയുടെ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിരിക്കും. ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ, ക്യാൻഡി ആണെന്നുണ്ടെങ്കിൽ ക്യാൻഡി, മാച്ച ആണെന്നുണ്ടെങ്കിൽ മാച്ച, അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു സംഭവത്തിന് നമുക്ക് ഫ്ലേവർ നമുക്ക് അറിയില്ലല്ലോ, പേരിലും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞാനിത് കഴിച്ചു നോക്കി കേട്ടോ. എനിക്കിത് കഴിച്ചപ്പോൾ സത്യമായിട്ടും ഒന്നും മനസ്സിലായില്ല. ഞാനെന്തോ വിറക് ചവയ്ക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിങ്ങൾ ഈ പുറം കാണില്ലേ, അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടേ ഇല്ല. ഇതിൻ്റെ ആകെ ടേസ്റ്റ് വരുന്നത് ആ ഉള്ളിലത്തെ വേഫറില്ലേ, വേഫറിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. സംഭവം അഡൾട്ട് സ്വീറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വയസ്സായ ആൾക്കാരില്ലേ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ വയസ്സായ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അഡൾട്ട് സ്വീറ്റ്നസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. ഇതെന്തായാലും എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിട്ടോ. അപ്പോൾ ബൈ, വെയിറ്റ് ചെയ്യ്.